കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദിയുടെ ഇന്നത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അർജുനയും കൂട്ടിക്കൊണ്ട് നയന പുറത്തേക്ക് ജോഗിങ്ങിന് പോവാണ്. ഈ സമയം സമനില തെറ്റിയ പോലെയാണ് പിങ്കി ഇരിക്കുന്നത്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പുറത്തേക്ക് നടക്കുന്ന സമയത്ത് അർജുനോട് ചോദിച്ചു, അല്ല നീ ഇപ്പൊ ഭയങ്കര മടിയനല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അർജുൻ പറഞ്ഞു, എന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല എനിക്ക് തോന്നി നീ ഭയങ്കര മടിയനാന്ന് തോന്നുന്നു. പക്ഷേ നിന്റെ ഭാര്യ നീ അത്ര നല്ല സെറ്റ് അല്ലെന്ന് പറയണം. അതെന്താടി നായന നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? എന്റെ പുട്ടുറുമീസെ, ഇതിപ്പോ ആരും പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് ചേരുന്നില്ലെന്ന് പറയാം. എന്തോ എനിക്ക് അങ്ങോട്ട് തോന്നിയെന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നല. അങ്ങനെയൊന്നുമില്ല. നിന്റെ വൈബിന് ഒരിക്കലും ചേരുന്ന ഒരു ബന്ധമല്ല ഈ പിങ്കി എന്ന് പറയുന്നത്. ഒരു പക്ഷെ എനിക്കത് തോന്നലാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം നിന്ന് കഴിഞ്ഞപ്പോ തന്നെ എനിക്കത് മനസ്സിലായെന്ന് പറയാം. അല്ല സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? വെറുതെ കള്ളത്തരം പറയാൻ നോക്കണ്ട. എനിക്കറിയാം, ഞാൻ നിന്നെ കുഞ്ഞുനാളിലെ മുതലേ കാണുന്നതല്ലേ. നമ്മൾ കളികൂട്ടുകാരെ പോലെ കളിച്ചു വളർന്നതല്ലേ. അപ്പൊ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമെന്ന് പറയാം. ഈ സമയം അർജുൻ പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ. എന്താടാ പുട്ടുറുമിസ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല, കുഴപ്പമില്ല. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ അതൊക്കെ മനസ്സിലാക്കിയോളും. നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകണമെന്ന് പറയാം. ഈ സമയം അർജുൻ പറഞ്ഞു, നടന്നാ തന്നെ എങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറയാം. നമുക്ക് കണ്ടറിയാന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങ് നടക്കുവാണ്. ഈ സമയം സുമംഗലയോട് അരുന്നത് പറഞ്ഞ് പിങ്കിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. പിങ്കിയുടെ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചു വരുത്തുന്നു പറയാം. അപ്പൊ സുമംഗല പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എടുത്തിന്. അതെന്താ, അല്ല കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ, നമുക്ക് ഇടപെടിയുന്ന എടുത്തിയായിട്ട് ഒരു തീരുമാനം എടുക്കണ്ട. പിങ്കിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നോക്കാം. ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു, ശരിയാ, ഒരു പക്ഷെങ്കില് പിങ്കിയുടെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാകും. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നിൽക്കത്തില്ല. ഒരു പക്ഷെ ഇനിയിപ്പൊ പിങ്കിക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാം. ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ നീ ചോദിക്കാം. ലക്ഷ്മിയമ്മയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്നത് ശരിയാ, ഇനിയിപ്പൊ നമ്മളായിട്ടൊരു അവസരം കൊടുത്തില്ലെന്ന് വേണ്ട. അല്ല അവൾക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്നല്ലേ പറഞ്ഞേ, നമുക്ക് നോക്കാന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ രാവിലെ രണ്ടുപേരും ജോഗിങ് നടന്ന് കയറി വരുവാണ്. ഇത് അരുന്ധതി കണ്ടു. അരുന്ധതി പറഞ്ഞു, അല്ല നീ എന്താ വെച്ചാൽ രാവിലെ തന്നെ ഇവിടെയും കൂടി ജോഗിങ്ങിന് പോയത്? അല്ല ഞാൻ നേരത്തെ ഇങ്ങനെ പോവാറുണ്ടല്ലോ, ഇപ്പൊ കുറച്ചു കാലമായിട്ടല്ലേ വലിയ ഇതൊക്കെ നിർത്തി വെച്ചിരുന്നേ. അല്ല നിനക്ക് പിങ്കി മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ മേലായിരുന്നു ചോദിക്കും. ഫസ്റ്റ് അവൾ എഴുന്നേക്കുന്ന സമയം എപ്പോഴാന്ന് വെല്ലുമ്മയ്ക്ക് അറിയാലോ. ഇനി പിന്നെ ഞാൻ അവളെ ജോഗിങ്ങിന് കൂട്ടിക്കൊണ്ട് പോകാനാ? എങ്ങാനും വിളിച്ചിട്ടുണ്ട് തീർന്നു, എന്നെ കൊന്നു കൊല വിളിക്കൂന്ന് പറയാം. ഇത് കേട്ടതും നയന ചിരിക്കുവാണ്. നയന പറഞ്ഞാൽ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കയറി വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ കയറി പോയപ്പോഴത്തേനും ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് നന്ദ വന്നു. നന്ദ വന്നിട്ട് ചോദിച്ചു, അല്ല ഗൗതമേണ്ണെ കണ്ടായിരുന്നെന്ന് ചോദിക്കാം. ഇല്ല മോളെ കണ്ടില്ല. എന്ത് പറ്റി, മുറിയിലില്ലേന്ന് ചോദിക്കും. ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറയും. പിന്നെന്താ പറ്റി, അവൻ നേരത്തെ പോയെന്ന് ചോദിക്കും. എനിക്കറിയില്ല അമ്മേ, എന്നോടൊന്നും പറയാറില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞു മോളെ? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിലെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മയ്ക്ക് അറിയാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാന്ന് പറയണേ. അതിനിപ്പോ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും വേണോന്ന് ചോദിക്കും. മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം നേരെയാവെന്ന് പറയും. ഇനിയിപ്പൊ നേരെയാവും എന്നുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ലമ്മേ. ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നു. എന്റെ പഠിത്തം ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ല മോൾ എന്ത് ടെൻഷൻ അടിക്കണ്ട, ഒന്നും സംഭവിക്കില്ലെന്നേ. കുറച്ചാള് കഴിയുമ്പോഴത്തേനും ഗൗതമിന് തന്റെ തെറ്റൊക്കെ മനസ്സിലാവും. അപ്പൊ മോളോട് സ്നേഹം കാണിക്കും. നമ്മളിത് കുറെ കണ്ടിട്ടുള്ളല്ലേ എന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല മോള് കോളേജിലേക്കാണെന്ന് ചോദിക്കും. അതേമ്മ ഞാൻ കോളേജിലേക്ക് ഇറങ്ങുവാന്ന് പറയാം. ഇതേ മോളെ ഞാൻ എന്തെങ്കിലും മോൾക്കുള്ള ടിഫിനിൽ തരാം. വേണ്ട, നീ ചിലപ്പോ ഉച്ചവരെ ക്ലാസ് കാണത്തുള്ളൂ, ഞാൻ നേരത്തെ വന്നേക്കാന്ന് പറഞ്ഞോണ്ട് നന്ദ അങ്ങോട്ട് പോവാണ്. ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമൊക്കെ വന്നു. പാവം നന്ദമോള് മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പിന്നീട് അരുന്ധതി ലക്ഷ്മി മോഹിനിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പിങ്കി വരുന്നത്. പിങ്കിയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പോൾ അരുന്ധതിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി പിങ്കി മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കും. എന്റെ മുഖം വല്ലാതിരിക്കുന്നത് അതൊക്കെ ഇവിടെ ആർക്കെങ്കിലും നോക്കാൻ സമയമുണ്ടോന്ന് ചോദിക്കും. എന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടെ വേറൊരുത്തേയും കൂടെ വന്നിട്ടുണ്ടല്ലോ, അവളും കൂടെ വന്നോടുകൂടി എന്റെ ഉള്ള സമാധാനം പോയി കിട്ടിയെന്ന് പറയാം. അല്ല അവള് വന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ല പോലും. ഇവിടെ എന്തൊക്കെയാ അവള് വന്നിട്ട് കാണിച്ചു കൂട്ടുന്നത്? ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു, സന്യാസിനെ പോലെ വന്നിരിക്കുന്ന. എന്നിട്ട് ഇപ്പൊ അവള് കാണിച്ചു കൂട്ടുന്ന എന്താ? അവളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, അവള് പുറത്തൊക്കെ പഠിച്ച കുട്ടിയല്ലേ, അപ്പൊ അവൾ ആ രീതിക്കല്ലേ പെരുമാറുള്ളൂ. ഓഹോ, എന്നിട്ട് ഞാനും അങ്ങനെ തന്നെയാണല്ലോ, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാം. പിങ്കിമോൾ ഒരു കുടുംബസ്ഥിതിയല്ലേ, പിങ്കിമോള് ഭാര്യയല്ലേ. ഓ അപ്പൊ അവളുടെ കല്യാണം കഴിയാത്തോണ്ടായിരിക്കും അല്ലേ അങ്ങനെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുറെയൊക്കെ കണ്ടും കേട്ടുമൊക്കെ നിൽക്കും. പിന്നെ അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ, എല്ലാം അറിയാന്നുള്ളൊരു ചിന്ത, താൻ വലിയ എന്തോ ഒരു സംഭവമാണെന്ന മട്ടിൽ അവളുടെ നടപ്പെന്ന് പറയാണ്. ഇത് കേട്ടത് മോഹിനി പറഞ്ഞു, അത് കുഞ്ഞുനാളിലെ മുതൽ അവളിങ്ങനെയാ. അവൾ ഇവിടെ വന്നിങ്ങനെ ഓടിച്ചാടി നടന്നു വളർന്നതല്ലേ, അവൾ അതിന്റേതായ അധികാരമൊക്കെ കാണിച്ചു നിൽക്കുമെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, ശരിയാ പിങ്കിമോളെ, അവൾ കൂടെ എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്.
ഇത് കേട്ട പിങ്കി പറഞ്ഞു, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെന്ന്, എല്ലാരും അവൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കണമെന്നുണ്ടെന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ട് നയനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താ എന്നെ കുറിച്ചാന്ന് തോന്നുന്നില്ല സംസാരം എന്ന് പറയാം. ഈ സമയത്ത് സുമംഗലനെ അങ്ങനെയൊന്നുമില്ല മോളെ എന്ന് പറയണേ. എനിക്ക് മനസ്സിലായി സുമംഗലമ്പച്ചി, ഞാനായിരിക്കും മിക്കവാറും ചർച്ചാ വിഷയമെന്ന്. പിന്നീട് അരുന്ധതി ചോദിച്ചു, എന്താ വല്യമ്മ? വല്യമ്മയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ല. അതെ, നീ എന്താ ഇങ്ങനെ? എന്ത്? എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അല്ല, നീ വന്നു കയറിപ്പോ വലിയ സന്യാസിനെ പോലെയൊക്കെ ആയിരുന്നു, പെട്ടെന്നുള്ള നിന്റെ മാറ്റം കണ്ടു ചോദിച്ചോ? ഓ, അതാണ് കാര്യം. അത് നമ്മൾ ആ വ്രതമൊക്കെ എടുക്കണ സമയത്തല്ലേ, അതൊക്കെ കഴിഞ്ഞല്ലേ. നമ്മൾ ഈശ്വരന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ എല്ലാം സ്വയം അങ്ങോട്ട് മറക്കും. എന്തിനാ നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിച്ച് കണ്ണടയ്ക്കുന്ന? എന്തിനാ? നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതും നമ്മൾ കാണത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളതൊക്കെ നോക്കും. നമ്മുടെ ചിന്ത അതിലേക്കായിരിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. പക്ഷെ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് രണ്ട് കരങ്ങളുണ്ട്, ഒരു കൈ നമ്മളും മറ്റേ കൈ ഈശ്വരനോ. അങ്ങനെ രണ്ട് കൈയും കൂപ്പി പിടിക്കുമ്പോഴേ നമ്മൾ ഈശ്വരനും നമ്മളും കൂടെ കൂടുതൽ അടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ണടിച്ച് നമ്മൾ ശ്രീകോവിലിന്റെ മുന്നിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടതും അരുന്ധതിക്ക് മനസ്സിലായി, ഇവൾക്ക് നല്ല അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവളിങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടെങ്കിലും ഇവളൊരു പക്വതയുള്ള പെൺകുട്ടിയാന്ന് അരുന്ധതിക്ക് മോഹിനിക്കും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടേ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞു. കാരണം വ്രതവും നോയമ്പോ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഞാൻ പഴയ നയനയായി. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, എപ്പോഴും നമുക്ക് വ്രതവും നോയമ്പായിട്ട് ഇരിക്കാൻ പറ്റില്ലോ. അല്ലെ സുമുഖലാപ്പിച്ചിന്ന് ചോദിക്കുക. സുമുഖല ശരിയാണ്, നമ്മൾ പോയി ഭജന ഇരിക്കുന്ന സമയത്ത് അതിൻ്റെതായ ഭക്തിയോട് കൂടി വേണം പോയി ഇരിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ചെയ്യേണ്ടതെന്ന് പറയാം. ഈ സമയത്ത് ലക്ഷ്മി ചോദിച്ചല്ല, മോള് നന്നായിട്ട് മുമ്പ് ഡാൻസ് കളിക്കുമായിരുന്നല്ലോ. പിന്നെ അതെയോന്നോ, കോളേജിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു പറയാം. അല്ല, ഇവിടെ വന്നിട്ട് നേരത്തെ ചെറുതിലെ വന്ന സമയത്ത് എന്നെ കളിച്ചോ കാണിക്കുമായിരുന്നു. അല്ല, മോളൊരു ഡാൻസ് കളിക്കാൻ പറയണേ. ഇത് കേട്ടത് ഇപ്പോഴും അതെന്താ കുഴപ്പം? ഈ സമയം പിങ്കിയുടെ മുഖം അങ്ങോട്ട് കറുത്തിരുണ്ട്. പിങ്കിക്കങ്ങ് ദേഷ്യം വന്നു. പക്ഷെ നയനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പൊ കളിക്കാം എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് സ്റ്റെപ്പ് ഇടുവാണ്. പിങ്കിക്ക് ആകെപ്പാടെ വിഷമായി. ഈ സമയം പവിത്ര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതെ, നയനേച്ച് നല്ല ഭംഗിക്ക് തന്നെയാണ് ഡാൻസ് കളിച്ചെന്ന് പറയും. അതെയോ എന്ന് പറയണം. പിങ്കി പറയാം, അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു പറയാം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിങ്കി മോളുടെ കണ്ണ് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെ, നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതാന്ന് പറയാൻ പഠിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി ഞെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ്. നയന പെട്ടെന്ന് പറഞ്ഞു, പിങ്കിക്ക് എന്നെ എത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ലാന്ന് തോന്നിയെന്ന് പറയണം. അപ്പോഴാണ് അർജുൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അർജുൻ വന്നതും നയന പറഞ്ഞു, അതെ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയും. എന്ത് കാര്യങ്ങൾ? അതെ, ഞാൻ ഇവിടെ വന്നിട്ട് ഷോപ്പിങ്ങിനൊന്നും പോയില്ല, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലെന്ന് ചോദിക്കാം. പെട്ടെന്ന് അർജുൻ പറയും, ഇപ്പോഴാ? അതിനെന്താ, നമുക്കൊരു ഷോപ്പിങ്ങിന് നിർത്തി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാലേ? അത് ശരിയാകത്തില്ലെന്ന് പറയാം. അതെന്താ? ഓ, കല്യാണം കഴിഞ്ഞോണ്ട് ഇപ്പൊ ഇവിടെ തന്നെ കഴിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ പെണ്ണുമ്പോൾ പിണങ്ങുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതുകൊണ്ടൊന്നും അല്ല, പിന്നെന്താ കുഴപ്പം? നീ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ, നമുക്ക് പുറത്തു വരെ പോവാന്ന് പറയാം. ഇത് കേട്ടതും അർജുൻ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ കയറിപ്പോയി റെഡി ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും പവിത്ര നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിങ്കിയുടെ അടുത്ത് എന്നിട്ട് അതേ പിങ്കി ചേച്ചി ഇതെല്ലാം കാണുന്നുണ്ടോ നിൽക്കുക? എന്ത്? അതെ, ആ നയനയില്ലേ, നയനും അർജുനായിട്ടും കൂടെ തമ്മിൽ പുറത്തു പോകുന്നു. അതിന് അവരെ എല്ലോടെല്ലാം പോട്ടെ, എനിക്ക് എന്താന്ന് ചോദിക്കുക. എന്റെ പിങ്കി ചേച്ചി അവർ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നേ. അതെ, ഇപ്പോഴും പിങ്കി ചേച്ചിയുടെ ഭർത്താവ് തന്നെയല്ലേ അർജുനായിട്ടൻ. എന്നിട്ടാണ്ട് നയനടുത്തിലൂടെ പോണേ. ഒരു കാലത്ത് അവര് ഭയങ്കര പ്രണയമായിരുന്നു അവിടെ പറയുന്ന കേട്ടെ. കാമുകന്മാരായിരുന്നു, ഒന്നിച്ച് ജീവിക്കായിരുന്നാണ് പോലും. പക്ഷെ വല്യമ്മ സമ്മതിക്കാത്തോണ്ടാന്നാ പറയുന്നത് കേട്ടെ. അങ്ങനെയാണെങ്കിൽ പിങ്കി ചേച്ചിക്ക് നല്ല പണിയെ കിട്ടാൻ വരാൻ പോകുന്നതെന്ന് പറയാം. ഇത് കേട്ടൻ പിങ്കി പറഞ്ഞു, എനിക്കെന്ത് പണിയാ വരാൻ പോകുന്നത്? എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അർജുൻ ആളുടെ കൂടെ വേണം നടക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പോ പത്ര എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും പിങ്കിയുടെ ഉള്ളിരുന്ന് എരിയുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. ദൈവമേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവള് കറക്കിയെടുക്കുന്ന തോന്നുന്നേ. ആ ഒരു ചിന്ത ഉണ്ടാവായിരുന്നു. ഈ സമയത്ത് നന്ദ കോളേജിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. നന്ദ കോളേജിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ലക്ഷ്മിയും ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റി? കോളേജിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. എന്താ? അല്ല, മുഖം വല്ലായിരിക്കുന്നുണ്ട് ചോദിച്ചാ. ഒന്നുമില്ല. എന്താ കാര്യമുണ്ട്? എന്താന്ന് വെച്ചാ പറ. അതെ, എനിക്ക് നല്ല വിഷമം വരുന്നെന്ന് പറയണേ. എന്താ മോളെ, എന്താ കാര്യം? ഗൗതമോനായിട്ട് വഴക്കുണ്ടാക്കിയോ? ഞാനെന്നും ഗൗതം സാറിന്റെ വഴിക്ക് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്നെ വളരെ മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നു പറയണേ. ഇൻസൾട്ട് ചെയ്തോ? അതെ, അത് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഗൗതം സാറിനെ കണ്ടത്. പക്ഷേങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതമയുടെ മുഖത്തടിച്ച പോലെ എന്നോട് സംസാരിച്ചേ. പക്ഷേങ്കിൽ എനിക്ക് അറിയാം ഗൗതം സാറിന്റെ മനസ്സ് ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ എന്റെ കൂടത്തെ ഉള്ളവർക്ക് ഒക്കെ ഒന്നും അറിയത്തില്ലോ. എന്നെ കളിയാക്കിയതുപോലെ അവർക്കൊക്കെ തോന്നിയെന്ന് പറയാം. ഇത് കേട്ടതും
ലക്ഷ്മി പറഞ്ഞു സാരമില്ല മോളെ പോട്ടെ അവൻ ഇങ്ങോട്ട് വരട്ടെ അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിക്കാന്ന് പറയണം. വേണ്ട ഇനിയിപ്പൊ ചോദിക്കാനോ ഒന്നും പോണ്ട, എന്റെ വിധി ഇങ്ങനെ തന്നെയാ അമ്മ, ഇതൊന്നും മായ്ക്കാനും മാറ്റാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാൻ നന്ദ. ഇത് കേട്ടെങ്കിൽ ലക്ഷ്മിയമ്മ ഒരു കാര്യം വിചാരിച്ചു, ഇതിങ്ങനെ വെട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കണം. അപ്പോഴാണ് നയനെ അങ്ങോട്ട് വരുന്നത്. നയന കേട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനയ്ക്ക് മനസ്സിലായി, അവര് തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടുപേരെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒന്നിപ്പിക്കണം. നന്ദ നല്ലവളാന്ന് മനസ്സിലായി. അവളുടെ സംസാരം പെരുമാറ്റം എല്ലാം കണ്ടാൽ അറിയാം ഈ കുടുംബത്തിന് ചേരുന്ന ഒരു മരുമകളാന്നുള്ള കാര്യം. പിന്നെ പിങ്കിയെ കുറിച്ചും വന്ന സമയം കൊണ്ട് നയനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതലും വിശേഷം വന്നുകഴിയുമ്പോൾ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ അതോട് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.